കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അത്യധികം നാടകീയവും അതേസമയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ പരിഹാസങ്ങൾക്കിടയാക്കിയതുമായ ഒരു തെരുവ് സമരത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഉടനടി നടപ്പിലാക്കണമെന്ന ആവശ്യമായി BJPയുടെ പോഷക സംഘടനയായ മഹിളാ മോർച്ച രംഗത്തെത്തിയതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുമെന്ന UDFന്റെ ജനപ്രിയ പ്രഖ്യാപനം മുൻനിർത്തിയായിരുന്നു ഈ വേറിട്ട പ്രതിഷേധം. എന്നാൽ പുതിയ മന്ത്രിസഭ ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിനും ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ സംഘടനകൾ ഇത്തരമൊരു സമരവുമായി തെരുവിലിറങ്ങിയത് കടുത്ത രാഷ്ട്രീയ പ്രഹസനമായാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്നത്. മെയ് 15-നകം ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും മുന്നണി നടത്തിയിരുന്നു. ഇതേ തീയതി ചൂണ്ടിക്കാണിച്ചാണ് മഹിളാ മോർച്ച പ്രവർത്തകർ കൂട്ടത്തോടെ KSRTC ബസ്സുകളിലേക്ക് കയറി പ്രതിഷേധം ആരംഭിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഡിപ്പോകളിൽ നിന്നും സർവീസ് നടത്തിയ ബസ്സുകളിൽ കയറിയ പ്രതിഷേധക്കാർ കണ്ടക്ടർമാർ ടിക്കറ്റ് ചോദിച്ചപ്പോൾ പണം നൽകാൻ തയ്യാറായില്ല. സൗജന്യയാത്ര പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ടിക്കറ്റ് ചോദിക്കുന്നത് എന്തിനാണ് എന്നതായിരുന്നു ജീവനക്കാരോട് ഇവരുടെ പ്രധാന ചോദ്യം. പുതിയ മന്ത്രിസഭ രൂപീകരിക്കണം, വൈകുന്നത് തങ്ങളുടെ കുഴപ്പമല്ലെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് ശീലിക്കണമെന്നും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അധികാരക്കൊതി മൂത്ത മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസും ഘടകകക്ഷികളും അടിയുണ്ടാക്കുന്ന തിരക്കിലാണെന്നും സാധാരണക്കാരായ സ്ത്രീകളോട് നീതി പുലർത്താൻ അവർ തയ്യാറാകുന്നില്ലെന്നും മഹിളാ മോർച്ച ആരോപിച്ചു. എന്നാൽ കൃത്യമായി സർക്കാർ ഉത്തരവുകളോ നിർദ്ദേശങ്ങളോ ഇല്ലാതെ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതിരിക്കാൻ ജീവനക്കാർക്ക് കഴിയില്ലായിരുന്നു. പലയിടങ്ങളിലും പ്രതിഷേധക്കാരും കണ്ടക്ടർമാരും തമ്മിൽ കടുത്ത വാഗ്വാദങ്ങൾ ഉണ്ടായി. ബസ്സുകൾ കൃത്യസമയത്ത് ഓടിക്കാൻ കഴിയാതെ വന്നതോടെ സാധാരണക്കാരായ യാത്രക്കാർ ജീവനക്കാരുടെ പിന്തുണയ്ക്കെത്തി. ഒടുവിൽ പലയിടങ്ങളിലും പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ ബലമായി ബസ്സുകളിൽ നിന്നും നീക്കം ചെയ്തതും ഗതാഗതം പുനഃസ്ഥാപിച്ചതും. ഭരണത്തിൽ കയറുന്നതിന് മുൻപ് പ്രതിപക്ഷം നടത്തേണ്ട സമരങ്ങൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് സ്വന്തം അണികളിൽ നിന്ന് തന്നെ BJP നേതൃത്വത്തിന് കടുത്ത വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട ഈ സമരത്തിന്റെ വാർത്തകൾക്ക് താഴെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെയാണ് നേതൃത്വത്തിന്റെ അപക്വമായ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത്. അത്തരത്തിൽ ശ്രദ്ധേയനായ ഒരു BJP പ്രവർത്തകന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു: ഞാനൊരു BJPക്കാരനാണ്, പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് പോരെ ഇങ്ങനെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കാൻ. മുൻപ് CPM സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് ജനങ്ങളെ ബാധിക്കുന്ന എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടും ശക്തമായൊരു സമരം പോലും നടത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. പുതിയ പ്രസിഡന്റ് രാജീവ് ജി വന്നതിന് ശേഷമാണ് സമരങ്ങളെങ്കിലും കുറച്ചൊക്കെ നടക്കാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം പറയാം, കേരളത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ യാത്ര എന്നത് പ്രായോഗികമല്ല. അതിനുള്ള തീരുമാനം KSRTCക്ക് ഇല്ല. പാവപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം ഫ്രീ നൽകിയാൽ മതി. അല്ലാത്ത പക്ഷം ഈ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും കുത്തുപാള എടുക്കേണ്ടി വരും. അതുകൊണ്ട് BJPയുടെ അനാവശ്യ സമരം ദയവായി മാറ്റിവെക്കൂ. ഭാവിയിൽ സമരം ചെയ്യാൻ ഇനിയും ഇഷ്ടം പോലെ അവസരങ്ങൾ വരുന്നുണ്ട്. സ്വന്തം അണികൾക്കിടയിൽ തന്നെ ഈ സമരത്തിന് യാതൊരുവിധ പിന്തുണയും ലഭിച്ചില്ല എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു ഇത്തരം പ്രതികരണങ്ങൾ. കേരളത്തിലെ പൊതുസമൂഹം മഹിളാ മോർച്ചയുടെ ഈ സമരത്തെ കേവലം ഒരു രാഷ്ട്രീയ കോമാളിത്തരമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളിൽ കൈകാര്യം ചെയ്തത്. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ മുൻകാല പ്രഖ്യാപനങ്ങളെ മോഹന വാഗ്ദാനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ട്രോളുകളാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിറഞ്ഞത്. പൊതുജനങ്ങൾ ഉന്നയിച്ച ചില പ്രധാന പരിഹാസ കമന്റുകൾ ഇവയാണ്: മെയ് 15-ന് UDF സർക്കാർ സൗജന്യയാത്ര തന്നില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഓർക്കുക, നാളെ രാവിലെ നമ്മൾ എല്ലാവരും നേരെ ബാങ്കിൽ പോയി നരേന്ദ്രമോദി തരാമെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ കൈപ്പറ്റേണ്ടതുണ്ട്. അതിനുശേഷം പെട്രോൾ പമ്പിൽ പോയി 1 ലിറ്റർ പെട്രോൾ അടിച്ച് 50 രൂപ മാത്രം കൊടുക്കുക. ആർക്കൊക്കെ നാളെ സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ ധർണ നടത്താൻ വരാൻ താല്പര്യമുണ്ടോ അവരൊക്കെ കൂടെ പോരുക. 50 രൂപയ്ക്ക് പെട്രോളും 350 രൂപയ്ക്ക് പാചകവാതകവും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം രൂപയും വർഷം തോറും 2 ലക്ഷം യുവാക്കൾക്ക് തൊഴിലും US ഡോളറിന് പകരമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം 15 രൂപയും ഒക്കെ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ആക്കിത്തന്ന സ്ഥിതിക്ക് ഈ കാര്യത്തിൽ മഹിളാ മോർച്ചയ്ക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. ഇത്തരത്തിൽ തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തവർ മറ്റുള്ളവരുടെ പ്രകടന പത്രിക ചൂണ്ടിക്കാണിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് സമരം ചെയ്യുന്നത് ശുദ്ധ വിവരക്കേടാണെന്ന് സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടായി വിധിയെഴുതി. മഹിളാ മോർച്ചയുടെ ഈ സമര രീതിയും BJP നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ബോധമില്ലായ്മയും കടുത്ത ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ VT ബൽറാം തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ രംഗത്തെത്തി. സാമാന്യ ജനങ്ങൾക്ക് ബോധ്യമുള്ള അടിസ്ഥാന വിവരങ്ങൾ പോലും BJPയുടെ ഉയർന്ന നേതാക്കൾക്കില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഇവരെ ഒരു കോമാളി നിലവാരത്തിലേക്ക് മലയാളികൾ കാണുന്നത് എന്നതിന് ഇതിനേക്കാൾ നല്ല ഉദാഹരണം വേണ്ട. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്താൽ മാത്രമേ നയപരമായി എന്തെങ്കിലും തീരുമാനം എടുക്കാനും ഉത്തരവിറക്കാനും കഴിയൂ എന്ന സാമാന്യ ബോധം പോലും BJPയുടെ നേതൃത്വ തലത്തിൽ ഉള്ളവർക്ക് ഇല്ലാതെ പോകുന്നു എന്നത് ദയനീയമാണ്. ബസ്സിലൊഴിക്കാനുള്ള ഡീസലിനും പെട്രോളിനും ഒക്കെ ഇന്ന് രാവിലെയും കൂടി 3.05 രൂപ വർദ്ധിപ്പിച്ചയാളുടെ ഫോട്ടോ മുകളിൽ വെച്ചാണ് സമരത്തിന്റെ പോസ്റ്റർ എന്നതും കൗതുകകരമാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുന്നത് കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ജനപിന്തുണയോടെയാണ്.
ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര ഉൾപ്പെടെ. കുറച്ചുകൂടി നിലവാരമുള്ള അല്പമെങ്കിലും സൃഷ്ടിപരമായ ഒരു പ്രതിപക്ഷമാകാൻ അപ്പുറത്തുള്ള എല്ലാ പാർട്ടിക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നത് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതും നടപ്പിലാക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടതും പ്രതിപക്ഷ കക്ഷികളുടെ കടമ തന്നെയാണ്. എന്നാൽ അതിന് കൃത്യമായ സമയവും രീതിയുമുണ്ട്. ഭരണം കൈയാളുന്ന ഒരു മന്ത്രിസഭ നിലവിൽ വരികയും നിയമസഭ കൂടുകയും നയപ്രഖ്യാപനങ്ങളോ ബഡ്ജറ്റോ അവതരിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് സാധാരണയായി നയപരമായ വീഴ്ചകളെ മുൻനിർത്തി സമരങ്ങൾ നടക്കാറുള്ളത്. ഇവിടെ ഒരു മുഖ്യമന്ത്രി പോലും ഔദ്യോഗികമായി ചുമതലയേൽക്കാത്ത സാഹചര്യത്തിൽ KSRTC ബസ്സുകളിലെ സാധാരണക്കാരായ യാത്രക്കാരെ ബന്ദികളാക്കി നടത്തിയ സമരം BJPയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേന്ദ്ര സർക്കാർ നിരന്തരം വർദ്ധിപ്പിക്കുന്ന ഇന്ധനവില കാരണം ഇതിനോടകം തന്നെ കടുത്ത പ്രതിസന്ധി നേരിടുന്ന KSRTCയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനേ ഇത്തരം സമരങ്ങൾ ഉപകരിക്കും. അതേസമയം UDFനെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഒരു മുൻകൂർ മുന്നറിയിപ്പ് കൂടിയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര പോലുള്ള വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന പ്രഖ്യാപനങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്നത് വരും ദിവസങ്ങളിൽ സതീശൻ സർക്കാരിന് വലിയ വെല്ലുവിളിയാകും. കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാർ ഇത് വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ പ്രത്യേക സാമ്പത്തിക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇത് അത്ര എളുപ്പമല്ല. മഹിളാ മോർച്ച നടത്തിയ ഈ വേറിട്ട പ്രതിഷേധം അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി പൂർണ്ണമായും ഒരു രാഷ്ട്രീയ കോമഡിയായി കലാശിക്കുകയാണ് ഉണ്ടായത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിനെ തിരുത്താൻ നിലവാരമുള്ളതും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സമരങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന VT ബൽറാമിന്റെ വാക്കുകൾ BJP നേതൃത്വത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെ പാലിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് കേരളക്കര.